എന്തല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഒരു ഒഴിവ് ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കും ഞങ്ങളൊക്കെ. അങ്ങനെ കളിക്കാൻ പോകാനുള്ളൊരു തിരക്കിലാണ്. ഞാൻ ഷൂ ഒക്കെ ഇട്ട് റെഡിയാവുന്ന തിരക്കിലാണ്. ബാക്കിയുള്ളവർ കുറച്ചാളുകളൊക്കെ പോയി, കുറച്ചാളുകൾ ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കളിക്കാൻ പോകാറുണ്ട്. കുറച്ച് ദൂരെ പോകണം. അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാവരും ഞങ്ങൾ ഇറങ്ങും. ഇപ്പോൾ ക്ലൈമറ്റ് അനുകൂലമായതുകൊണ്ട് കുറച്ച് നേരം വൈകാനും പ്രശ്നമൊന്നുമില്ല. തണുപ്പായതുകൊണ്ട് ഇത് വിഷയമില്ല. അപ്പോൾ ഇവരൊക്കെ പോകാനുള്ള തിരക്കിലാണ്. കുറച്ച് ടീം ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ താഴെ മൈജി ഹോട്ടലിലെത്തി. കുറച്ച് പേര് അവിടുന്ന് ചായ കുടിക്കും. ഞാൻ ഏതായാലും അവിടുന്ന് ചായ കുടിച്ചില്ല. പക്ഷേ ഇന്ന് ഞാനൊരു മുട്ട കഴിച്ചു. അങ്ങനെ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. രാവിലെ ഈ ഷാബിയെ കാണാൻ നല്ല രസമാണ്. കാരണം വൈകുന്നേരം ആകുമ്പോൾ മാത്രമേ ഇവിടെ ആളുകളൊക്കെ ഉണ്ടാവും. രാവിലത്തെ ഷാബിയ ഇങ്ങനെ കാലിയായി കിടക്കും. കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ജോലിക്ക് പോണ ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആരും തന്നെ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആളുകളൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾക്ക് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ വണ്ടി കയറി ഷക്ബു സിറ്റിയിലാണ് കളിക്കാൻ പോകാറ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. കൂടെ എൻ്റെ റൂമിലെ അനീഷ്നാനെയും രാജ്കുമാർ എന്ന മെയിൻ പ്ലെയറാണ്, നേപ്പാളുകാരനാണ്. അങ്ങനെ ഞങ്ങൾ കളിസ്ഥലത്ത് എത്തി. ഷമീർക്കയുടെ കൂടെ സിദ്ദിഖ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. അവിടെ എത്തിയപ്പോഴൊരു നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. സൂര്യനിങ്ങനെ കത്തി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. കളി തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി ഞാൻ 2 റൗണ്ട് ഓടി. അവിടെ ഒക്കെ ടീമൊക്കെ സെറ്റാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാഴ്ച, ഇവർ 3 പേര് ഇരിക്കുന്നത് കണ്ടില്ലേ? ഇവർ 3 പേർക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെപ്പോലെ മലയാളികളല്ല. 2 പേര് ഉത്തരേന്ത്യക്കാരും ഒരാൾ നേപ്പാളുകാരനുമാണ്. കളി സ്റ്റാർട്ട് ചെയ്ത് ജംഷീർ മോനാണ് ബാറ്റ് ചെയ്യുന്നത്. 2 കളി ഞങ്ങൾ കളിച്ച്. ഫസ്റ്റത്തേൽ ഞങ്ങൾ ജയിച്ച്, രണ്ടാമത്തേൽ അവർ ജയിച്ച്. തിരിച്ച് ഞങ്ങൾ പോരുന്നത് സിദ്ദിഖയുടെ ബസ്സിലാണെങ്കിൽ കട്ട ചർച്ചയാണ്. കളി കഴിഞ്ഞതിന് ശേഷം ഒരു അവലോകനം ഉണ്ടാവും. അപ്പോൾ അതാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ നേരെ കടയിൽ പോയി കുറച്ച് മിഠായി വാങ്ങി. കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് എൻ്റെ മേമ മത്സരിച്ചിരുന്നു. അവർ ജയിച്ചത് പ്രകാരം ഞാൻ ഇവർക്ക് കുറച്ച് മധുരം കൊടുത്ത്. അപ്പോൾ റൂമിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് മിഠായിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുളിച്ച് റെഡിയായി കുറച്ച് പാട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് പാട്ട് പഠിച്ച് അങ്ങനെ ഇതും കഴിഞ്ഞ് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും 4 മണിയായി. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരത്തെ ജിമ്മിൽ പോയി വരാം. അങ്ങനെ ജിമ്മിലേക്കുള്ള യാത്രയാണ്. അവിടെ എത്തി ഡോർ തുറന്നു. അതിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് അവിടെ പഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഫേസ് പഞ്ച് ചെയ്തു. ഉള്ളിലേക്ക് കടന്നപ്പോൾ കാണുന്ന കാഴ്ച, ഷെഫീൽ ബ്രോ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഷെഫീൽ ബ്രോ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാമപ്പൊക്കെ ചെയ്ത് ഞാനും കളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ട്രൈസ് ആയിരുന്നു കളി. അപ്പോൾ ട്രൈസിനുള്ള സെറ്റ് ബാറിൻ്റെ കളിയാണ് കാണുന്നത്. അങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഞാൻ നേരെ റൂമിലേക്ക് പോരുന്ന വഴിക്ക് താഴെ കടയിൽ നിന്ന് കുറച്ച് പാലും വാങ്ങി. ഇനി മുട്ട ഒന്ന് പൊഴിക്കണം. ഞാൻ രാത്രി ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കൽ. കുറച്ച് പാലും മുട്ടയൊക്കെ കഴിക്കും. അപ്പോൾ നേരെ അടുക്കളയിൽ ചെന്ന് അത് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ നേരെ കുളിക്കാൻ കയറി. അങ്ങനെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ച് കഴിയുമ്പോഴൊരു സുഖമുണ്ട്. അതൊരു വല്ലാത്ത സുഖമാണ്. അങ്ങനെ മുട്ടയൊക്കെ റെഡിയായി. അങ്ങനെ മുട്ട കഴിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ മുട്ടയൊക്കെ കഴിച്ച് ഇനിയും പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് ഇസ്തിരി ഇടണം. കാരണം എല്ലാം ഞാൻ തലേന്ന് ഇസ്തിരി ഇട്ട് വെക്കലാണ്. അപ്പോൾ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോകാൻ സുഖമാണ്. അങ്ങനെ ഇനിയൊന്ന് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.